പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ഒരു അപ്പ തൻ്റെ മകനെയോ മകളെയോ എത്രയധികം ശാസിക്കുമല്ലേ, ശിക്ഷിക്കുമല്ലേ? അത് അവരുടെ തകർച്ച കാണേണ്ടതിനല്ലല്ലോ, പകരം അവർ കുറെ കൂടെ മെച്ചമാകേണ്ടതിനല്ലേ, നന്നായി വളർത്തേണ്ടതിനല്ലേ നല്ല ശാസനയും ശിക്ഷയും ഒക്കെ കൊടുക്കുന്നത്. ശിക്ഷിച്ച് തല്ലിക്കൊല്ലുമോ? ഇല്ല. പകരം ശിക്ഷിച്ചാലും അല്പം കഴിയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് ചേർത്തണയ്ക്കും അല്ലേ. എനിക്ക് 3 മക്കളുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യുന്നത്. തെറ്റ് കണ്ടാൽ ശിക്ഷിക്കും, പക്ഷെ അല്പം കഴിയുമ്പോൾ അവരെ ചേർത്ത് പിടിച്ച് അവരെ സ്നേഹിക്കും, അവർക്കായി പ്രാർത്ഥിക്കും. എൻ്റെ മാതാപിതാക്കളും എന്നെ ഒത്തിരി ശിക്ഷിച്ചാണ് വളർത്തിയത്. ആ ശിക്ഷയൊക്കെ കഴിയുമ്പോൾ പപ്പ എന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു. ഈ ലോകത്തിലെ പിതാവിൻ്റെ സ്നേഹം അത്രയധികമാണെങ്കിൽ നമ്മളുടെ സ്വർഗീയ പിതാവ് എത്രയധികം അവിടുന്ന് നമ്മിൽ നിന്ന് എത്രയധികം ആഗ്രഹിക്കുന്നു. നാം അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിത്വമായി വളരണം എന്ന് നമ്മളുടെ ജീവൻ്റെ ഉടമസ്ഥൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ലേ? ആയതുകൊണ്ട് ചില ശാസനയും ശിക്ഷയുമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ അനുവദിക്കും. അതൊക്കെ നന്മയ്ക്കുമാ. സ്വർഗീയ പിതാവിൻ്റെ ശാസനയും ശിക്ഷയുമൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം എൻ്റെ നന്മയ്ക്കായിരുന്നു എന്നെനിക്ക് പറയുവാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് അനുവദിച്ച ഓരോ മുറിവും ഓരോ താഴ്ചയും കർത്താവിൻ്റെ പൊന്നുമുഖം കാണുവാൻ നിമിത്തമായി. അതിലൂടെയെല്ലാം കർത്താവ് എന്നെ പണിയുകയായിരുന്നു. യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 18-ാം വചനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു. അവൻ ചതയ്ക്കുകയും തൃക്കായി പൊറുപ്പിക്കുകയും ചെയ്യുന്നു. അതെ, ശിക്ഷിച്ചിട്ട് ഇട്ടിട്ട് എങ്ങോട്ടും പോകുന്ന ഒരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്. പകരം കൂടുതൽ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് നമുക്കേറ്റ മുറിവുകളെയെല്ലാം അവിടുന്ന് സൗഖ്യമാക്കും. ഈ ദിവസങ്ങളിൽ ചില ശിക്ഷയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെന്ന് തോന്നുന്നോ? ഭാരപ്പെടണ്ട. അല്പം കൂടെ വിശുദ്ധിയിൽ വളരേണ്ടതിനാ, അല്പം കൂടെ കർത്താവിനെ സ്നേഹിക്കേണ്ടതിനാ, ദൈവത്തോടൊത്തുള്ള സമയം അല്പം കൂടെ കൂട്ടേണ്ടതിനാ, നന്മയ്ക്കായിട്ടാ ഈ ദിവസങ്ങളിൽ അപ്പ ശാസിച്ചത്, ശിക്ഷിച്ചത്. അതിൽ പരിഭവപ്പെട്ട് മനം നൊന്തിരിക്കണ്ട. നിങ്ങളെ പുറത്തു കൊണ്ടുവരും. പൂർവ്വധികം ശക്തിയോടെ നിങ്ങളെ ഉപയോഗിക്കും. നിങ്ങളൊരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വമായി മാറും. അപ്പയുടെ കയ്യിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. പപ്പായുടെ ശാസനയും ശിക്ഷയും ഒപ്പം സ്നേഹത്തിൻ്റെ തലോടലും. എത്ര നല്ല ബന്ധം! ആ അഭേദ്യ ബന്ധത്തിലായിരിക്കാൻ എൻ്റെ പ്രിയരെ എല്ലാം ഹോളി സ്പിരിറ്റ് ബലപ്പെടുത്തട്ടെ. പ്രാർത്ഥിക്കാം. അപ്പാ, അങ്ങക്ക് ഞങ്ങളെ ശാസിക്കുവാനും ശിക്ഷിക്കുവാനും അവകാശമുണ്ട്. ഞങ്ങൾ അങ്ങയുടേതല്ലേ, അങ്ങ് ഞങ്ങളുടെ അപ്പയല്ലേ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ശിക്ഷ അനുവദിച്ചാലും ഉടനെ ഞങ്ങളെ ചേർത്തണച്ച് ആശ്വസിപ്പിക്കുന്ന പിതാവാണല്ലോ. ഞങ്ങളെ നശിച്ചു പോകുവാൻ അവിടുന്ന് അനുവദിക്കത്തില്ലല്ലോ. ഞങ്ങളെ കൂടുതൽ മെച്ചമായി അങ്ങ് പണിയുന്നതിന് സ്തോത്രം. ഹല്ലേലൂയ. ആരെങ്കിലും മനം തകർന്ന് വേദനിച്ച് ഇരിക്കുന്നെങ്കിൽ ഇപ്പോൾ അങ്ങൊന്ന് ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. മഹത്വം അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Bless you.